Members YouTube channel. Say Parishada allotment bill settlement ചെയ്യുന്ന ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ കിട്ടിയ അലോട്ട്മെന്റ് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ള ധാരണയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇറക്കുന്നത്. അഡ്വാൻസ് വാങ്ങിയത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുന്നിട്ടുള്ള വീഡിയോകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പരീക്ഷയുടെ പേര് മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ പഴയത് തന്നെയാണ്. ഇത് അഡ്വാൻസ് മാറിയിട്ടില്ല. അഡ്വാൻസ് മാറിയിട്ടില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാതെന്നാണ്. അപ്പൊ എന്റെ സ്കൂളിൽ 7500 രൂപയാണ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. അപ്പൊ 7500 രൂപയ്ക്കുള്ള ആളുകളുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ CSV ഫയൽ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലെ സൈറ്റിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ സ്ഥിരം മോസില്ല ഫയർഫോക്സ് ഉപയോഗിക്കുന്നത്, അത് ഓപ്പൺ ചെയ്യാണ്. അത് ഓപ്പൺ ചെയ്തതിനകത്ത് ട്രഷറിയുടെ ബിംസിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ബിംസിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കോഡ് കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് വീഡിയോയിൽ ലോഗിൻ ചെയ്യാം. അത് ആദ്യം ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ പലപ്പോഴും ഇതായിട്ട് കോഡ് എടുക്കാറില്ല. നമുക്ക് വെറുതെ ഒരു ചാൻസ് വെറുതെ നഷ്ടപ്പെടാം. T46NI2 അതിന്റെ കോഡാണ്. സേവ് ചെയ്തു, അത് ഫോർവേഡ് ചെയ്തു. ഓക്കെ, ഇത് ഓൾറെഡി ലോഗിൻ ആണ്. ഈ വിഷയം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് ലോഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ അഡ്മിനിൽ ഒന്ന് കയറണം. വീഡിയോ അഡ്മിനിൽ കയറാം. വീഡിയോ അഡ്മിനിൽ കയറിയിട്ട് നമ്മൾ റീസെറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. പലപ്പോഴും പലർക്കും ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്. ഓക്കെ, ഇനി തിരിച്ച് ലോഗ് ഔട്ട് ചെയ്ത് വന്നിട്ട് വീഡിയോയിൽ തന്നെ കയറാം. ബില്ല് ഉണ്ടാക്കാൻ വീഡിയോയിൽ നമുക്ക് പറ്റുള്ളൂ. വീഡിയോ യൂസറിൽ കയറാം. ഓക്കെ, വീഡിയോ യൂസറിൽ കയറി ഇതിൻ്റെ ഒപ്പം നമുക്ക് അലോട്ട്മെന്റ് ഓർഡർ വേണം. അത് എടുത്തിട്ടില്ല. അലോട്ട്മെന്റ് ഓർഡർ നമ്മുടെ പോർട്ടലിൽ വന്നിട്ടുണ്ടാവും, പൊതുവായിട്ടുള്ള അലോട്ട്മെന്റ് ഓർഡർ. അപ്പോൾ DHCയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് സോഫ്റ്റ്വെയർസ് എടുക്കുക. ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെന്റ് ഓർഡർ വന്നിട്ടുണ്ടാവും. നോക്കട്ടെ, ഇത് വന്നിട്ടില്ലെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല. വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അഡ്വാൻസ് ഫോർ കണ്ടക്ടിങ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ അലോട്ട്മെന്റ് ലെറ്റർ വന്നിട്ടുണ്ട്. അലോട്ട്മെന്റ് ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്കിത് കാര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അലോട്ട്മെന്റ് ലെറ്ററിൽ നമ്മുടെ സ്കൂളിന്റെ പേരും ഉണ്ടാവും, അലോട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. ഈ ഓർഡർ നമ്പറാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, അതോടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ചെയ്യേണ്ടത് ബില്ലില് അതിന് മുമ്പ് വേണമെങ്കിൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഇവിടെ ബിംസിലും വരണം, വന്നിട്ടുണ്ടോ നോക്കാം. വ്യൂ അലോട്ട്മെന്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫിനാൻഷ്യൽ 2020 കറക്റ്റ് ആണ്. ലിസ്റ്റ് ചെയ്താൽ നമുക്ക് അലോട്ട്മെന്റ് കാണാം. 7600 ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 100 രൂപ അടുത്തും 7500 രൂപ ഇപ്പോഴത്തും കാണാൻ കഴിയും. ഈ 7500 ഇപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റേതൊരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് തന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബില്ല് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ബില്ല് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നേച്ചർ ഓഫ് ക്ലെയിമിൽ കണ്ടിൻജന്റ് പേയ്മെന്റ് എടുക്കുക. ഡീറ്റെയിൽഡ് ഹെഡ് അതർ ഐറ്റംസ് എടുക്കുക. പിന്നെ എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അക്കൗണ്ട്, എക്സാമിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തവിടെ അലോട്ട്മെന്റ് എമൗണ്ട് കാണിക്കും. ഡയറക്റ്റ് സെറ്റിൽമെന്റ് ആണ്, അഡ്വാൻസ് എടുത്തിട്ടില്ല. അപ്പൊ അഡ്വാൻസിന്റെ സ്ഥലത്ത് നോ കൊടുക്കുക. ഇത് സെറ്റിൽമെന്റ് കൊടുക്കുക. അഥവാ ആരെങ്കിലും സെറ്റിൽമെന്റ് അഡ്വാൻസ് എടുത്തിട്ടാണ് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എസ് കൊടുക്കും വേണം, അത് സെലക്ട് ചെയ്യും വേണം. അതിന്റെ പ്രൊസീജിയർ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അത് നമ്മുടെ മാർച്ചിന്റെ സെറ്റിൽമെന്റിന്റെ വീഡിയോ കാണാം. ഓക്കെ, ഇത് അഡ്വാൻസ് എടുക്കാത്തവർക്കുള്ള വീഡിയോ ആണ്. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ കൊടുക്കുക. സേവ് ബട്ടൺ കൊടുത്ത് ഇതേപോലെ റെഫറൻസ് നമ്പർ വരും. ഓക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ ക്ലെയിം ഡീറ്റെയിൽസ് ഏതാണ്ട് പരീക്ഷയുടെ ഡേറ്റ് കൊടുത്താൽ മതി. 22/9/2020 to 26/9/2020. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് സെറ്റിൽമെന്റ് ഓഫ് എക്സാം എക്സ്പെൻഡിച്ചർ 2020 സാങ്ഷൻ ഓർഡർ നമ്പറിൽ നമ്മൾ ഇതിൽ വന്നിട്ടുള്ള സാങ്ഷൻ ഓർഡർ നമ്പർ അടിക്കുക. H3 പൗണ്ട്സ് ബാർ 3 ബാർ CP ബാർ 8983 10 ബാർ HSC
ഏകദേശം അത്രേ പോകുള്ളൂ. അപ്പോൾ പൂർണ്ണ കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഇനി ഇവിടെ ഡേറ്റ് കൊടുക്കുക. അതിന്റെ സാങ്ഷൻ ഓർഡറിന്റെ ഒരു ഡേറ്റ് ഉണ്ട്, 16/9/2020. എമൗണ്ട് 7500. ഫുൾ എമൗണ്ട് യൂട്ടിലൈസ് ഉണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് കൊടുക്കുക. നമുക്ക് അഡ്വാൻസിന്റെ എത്ര ചിലവായിട്ടുണ്ടെങ്കിൽ ആ ചിലവായ എമൗണ്ട് മാത്രം കൊടുക്കുക. അഡ്വാൻസിന്റെ മുകളിലുള്ള ഈ കിട്ടിയ എമൗണ്ടിനേക്കാളും കൂടുതലാണ് ചിലവെങ്കിലും ഈ കിട്ടിയ എമൗണ്ട് മാത്രം കൊടുക്കുക. 7500 കൊടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കൊടുക്കരുത്. അപ്പോൾ കൊടുക്കേണ്ട എമൗണ്ട് ഒന്നുകിൽ ചിലവ് ഇതിനേക്കാളും കുറവാണ്. ഇപ്പൊ ഈ സ്കൂളിൽ കിട്ടിയ 7500 രൂപയാണ്, അതിലും കുറവാണെങ്കിൽ ആ കുറവുള്ള എമൗണ്ട് കൊടുക്കും. 6000 രൂപ ചിലവുള്ള 6000 കൊടുത്താൽ മതി. അതല്ല പിന്നെ 7500 സ്ഥാനത്ത് 7700 ഉണ്ടെങ്കിൽ ഇവിടെ 7500 കൊടുക്കാൻ പാടുള്ളൂ. 7500 കൃത്യമാണെങ്കിലും 7500 കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്താൽ പിന്നെ വരുന്ന ഡിഡക്ഷൻസ് ആണ്. ആ ഡിഡക്ഷൻസിന്റെ അവിടെ സ്കിപ്പ് ചെയ്യാം. അവിടെ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസിന്റെ അവിടെ നമുക്ക് ഫയൽ ആഡ് ചെയ്യണം. അപ്പൊ അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ CSV ഫയൽ അവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരെ ആ ഫയൽ അപ്ലോഡ് ചെയ്താൽ മതി. ഫയൽ അപ്ലോഡ് എടുക്കുക, ബ്രൗസ് ചെയ്യുക, നമ്മുടെ ആ ഫയൽ സെലക്ട് ചെയ്യുക. ഞാനൊരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട്. C2020 ഒരു ഫോൾഡറിൽ അതിന്റെ CSV1 എന്ന് പറയുന്ന പേരിലെ ഫയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. നേരെ ഇവിടെ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ ലോഡ് ചെയ്ത് വന്നു. ടോട്ടൽ എമൗണ്ട് 7500 വന്നു. ഇതിനകത്ത് ഏതെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലുമൊക്കെ എറർ പേരിൽ ഡോട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എറർ കാണിക്കും. ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കൂല, സേവ് ചെയ്യുമ്പോൾ ഒക്കെ പ്രശ്നം വരും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് നമ്മൾ എടുക്കണം. നെയിം ക്യാൻ കണ്ടെയ്ൻ ഓൺലി ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് കണ്ടില്ലേ. അപ്പോൾ അതിനകത്തത് തിരുത്തി കൊടുക്കുക. തിരുത്തി കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പോൾ അത് വന്നു കഴിഞ്ഞു. ഇനി വേണ്ടത് ഇവിടുന്ന് വീണ്ടും ഈ സേവ് ബട്ടൺ വന്നത് കൊടുക്കുക. ഓക്കെ, സെൻഡ് ഫോർ അപ്രൂവൽ എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ബട്ടണ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സെൻഡ് ഫോർ അപ്രൂവൽ എത്തി. ഇനി നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പുറം വന്ന് വീണ്ടും DDO അഡ്മിനിൽ ലോഗിൻ ചെയ്യുക. അപ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. DDO അഡ്മിനിൽ ലോഗിൻ ചെയ്യുക. DDO അഡ്മിനിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ബില്ലില് അപ്രൂവലില് ബില്ല് അപ്രൂവൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതിനകത്തുനിന്ന് നമുക്ക് ഗോ എന്ന് പറയുന്ന ബട്ടണ് ക്ലിക്ക് ചെയ്യാം. അതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ PDF ഞാൻ ക്ലിക്ക് ചെയ്താൽ ആ ബില്ലിന്റെ ഒരു PDF നമുക്കിവിടെ ലഭിക്കും. ആ PDF വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. PDF നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ ബെനിഫിഷ്യറി ലിസ്റ്റിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും. ബെനിഫിഷ്യറി ലിസ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് വേണമെങ്കിൽ അതിനകത്ത് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ അതും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ഗോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുഴുവനായിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ റിമാർക്ക് കൊടുക്കാം. വെരിഫൈഡ് ആൻഡ് അപ്രൂവ്ഡ് റിമാർക്ക് കൊടുത്തിട്ട് അപ്രൂവ് ബില്ല് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി ഉള്ള സ്റ്റെപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ DSC വേണം. അപ്പോൾ ഞങ്ങൾ DSC കണക്ട് ചെയ്യാം. DSC ജസ്റ്റ് കണക്ട് ചെയ്യാം. DSC കണക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് മെസ്സേജ് വരും, നമുക്കറിയാവുന്നതാണ്. ജസ്റ്റ് മെസ്സേജ് എല്ലാം സ്ക്രീനിൽ കാണും. അതിന് ശേഷം നിങ്ങൾ സൈൻ ആൻഡ് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സൈൻ ആൻഡ് സേവ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് സൈനിങ് പ്രോസസ്, സൈൻ കൊടുക്കുക. സൈൻ കൊടുത്താൽ നമ്മളോട് അതിന്റെ പാസ്വേഡ് ചോദിക്കും. DSCയുടെ പാസ്വേഡ് ചോദിക്കും. DSCയുടെ പാസ്വേഡ് ജസ്റ്റ് എൻ്റർ ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തപ്പോൾ ഡാറ്റ സൈൻഡ്, ബില്ല് അപ്രൂവ്ഡ് ഒക്കെ ആ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ബില്ല് പിന്നെ അപ്രൂവൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻബോക്സിൽ പിന്നെ ബില്ല് ഉണ്ടാവില്ല. പക്ഷേ ഔട്ട് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ബില്ല് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഔട്ട് ബോക്സ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് അപ്രൂവലിന് ശേഷവും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആണെങ്കിൽ നമുക്ക് അത് റിസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ റിസ്റ്റോർ ചെയ്യുന്നില്ല. റിസ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇനി ചെയ്യേണ്ടത് ബില്ല് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ബില്ല് സബ്മിറ്റ് എടുക്കുക. സബ്മിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് DDOയിലും ചെയ്യാം, DDO അഡ്മിനിലും ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ബില്ല് ട്രഷറിയിലേക്ക് സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യപ്പെടും. പിന്നെ ആ ബില്ല് പാസ്സായാൽ നമുക്ക്
ഇപ്പുറത്തുനിന്ന് അതിൻ്റെ പിന്നെ റീകൺസിലേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ ആ ബില്ല് ഇവിടെ വരും. കണ്ടല്ലോ, ആ ബില്ല് ഇവിടെ വരും. ഇവിടെ വന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കൗണ്ടർ ഡേറ്റും കാണാം, അക്കൗണ്ടിങ് ഡേറ്റും കാണാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ പിന്നെ ഓരോരുത്തരുടെ പേരും അവരുടെ അക്കൗണ്ട് നമ്പറും ക്രെഡിറ്റ് ചെയ്ത ഡേറ്റും ക്രെഡിറ്റ് സ്റ്റാറ്റസും ഫെയിലിയർ ആണെങ്കിൽ ഫെയിലിയർ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇത്രയാണ് സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.